destroy every proud obstacles that keeps people from knowing God. We capture their rebellious thoughts and teach them to obey Christ Jesus. മിസ്റ്ററെ എന്ത് പറയുകയാണെങ്കിലും ആദ്യം ഇവിടെ പറഞ്ഞ റെഫറൻസ് എടുത്തിട്ട് വായിച്ചിട്ട് മുന്നിലോട്ട് പോവുക. സൂറ 72 എടുത്ത് വായിച്ച് ഓരോന്നിൻ്റെയും ആശയം പറയുക. അല്ലാതെ എന്തെങ്കിലും പറയാനുള്ള സ്ഥലമല്ല. ഖുറാൻ എടുത്തോ മിസ്റ്റർ, ഖുറാൻ എടുത്തു. ലീസിസ്റ്ററെ എവിടെ നിന്നാ വായിക്കേണ്ടത്? ലീസിസ്റ്ററെ ഞാൻ ആദ്യം മുതൽ വായിച്ചു. ആദ്യം മുതൽ. എന്നാ പിന്നെ സൂറ ഒന്നാമത്തെ ആയത്ത് തൊട്ട് തുടങ്ങിക്കോ മിസ്റ്റർ. ഒന്നാമത്തെ ആയത്ത് തൊട്ട് തുടങ്ങിക്കോ. പറയുക, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി എന്ന് എനിക്ക് ദിവ്യബോധം നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവർ സ്വന്തം ഖുറാനായത്തല്ല വായിക്കുന്നത്, പുള്ളി ഹദീസാ വായിക്കുന്നത്. അല്ല ഖുറാന്റെ ഭാഗം വായിക്കട്ടെ. ഈ ജിന്നുകളിലെ ഒരു കൂട്ടം അവരെന്ത് കേട്ടു? ഖുറാൻ ശ്രദ്ധിച്ചു കേട്ടു. ശരിയല്ലേ? ആ ഖുറാനകത്ത് സൂറ ജിന്നുണ്ടായിരുന്നു? ശ്രദ്ധിച്ചു കേട്ട ഖുറാനകത്ത് സൂറ ജിന്നുണ്ടായിരുന്നു? ശ്രദ്ധിച്ചു കേട്ട ഈ ജിന്നുകൾ ശ്രദ്ധിച്ചു കേട്ട ഖുറാനകത്ത് സൂറത്തുൽ ജിൻ, സൂറ 72-ാമത്തെ സൂറ ഉണ്ടായിരുന്നോ? പറഞ്ഞിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. രണ്ടാമത്തെ ആയത്ത്, അത് സന്മാർഗത്തിലേക്ക് ക്രിസ്ത്യാനികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ഓരോ ഭാഗത്ത് പഠിപ്പിച്ചു കൊടുക്കണം. മിസ്റ്ററെ, അത് സന്മാർഗത്തിലേക്ക് മിസ്റ്റർ വേണ്ടി കഴിഞ്ഞു. എന്ത് മിസ്റ്റർ അവിടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്? എന്തുവാ? വീട്ടിലെ കാര്യമൊക്കെ അവിടെ പറയുക. മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് അത് സന്മാർഗത്തിലേക്ക് രണ്ടാമത്തെ ആയത്ത് വായിക്കും മിസ്റ്ററെ. വായിച്ചു. എന്തോ പണിയുവാണല്ലോ അവിടെ. എന്താ പരിപാടി? എന്തോ ചെയ്യുന്നത് അവിടെ? മക്മലിന്റെ അടുത്ത് ആരെങ്കിലും ജിന്നുകൾ നിപ്പുണ്ടോ? മക്മല്ലേ, മിസ്റ്ററിന്റെ അടുത്ത് ജിന്നുകൾ വല്ലതും ഉണ്ടോ? ഞാൻ തന്നെ ഒരു ജിന്നു. മിസ്റ്റർ തന്നെ ഒരു ജിന്നാണ്. എനിക്ക് തോന്നുന്നു ഇവന്മാരുടെ മണ്ടക്കെല്ലാം പിശാച് കയറിയിരിക്കുന്ന ഇവന്മാരെല്ലാം. മിസ്റ്റർ പറ, രണ്ടാമത്തെ ആയത്ത് വായിക്കേ. മിസ്റ്റർ ജിൻ ഇനി അങ്ങനെ വിളിച്ചാൽ മതി. മിസ്റ്റർ ജിൻ. മിസ്റ്ററിന്റെ പേര് മാറ്റി മിസ്റ്റർ ജിൻ. രണ്ടാമത്തെ ആയത്ത് വായിക്കൂ ബ്രദറെ. എന്തോ അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. ആരെ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു? ഖുറാൻ ആരെ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു? ജനങ്ങളുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. അപ്പം ആരെ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു? അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. ആരെ? ജിന്നുകളെ അല്ലേ? ഇവിടെ ജിന്നുകളുടെ കാര്യമല്ലേ പറയുന്നത്? ഈ സന്മാർഗത്തിലേക്ക്, ഈ ഖുറാൻ വായിച്ചിട്ട് സന്മാർഗത്തിലേക്ക് വന്ന ജിന്നുകളുടെ പേരൊന്ന് പറയാമോ? പറഞ്ഞിട്ടില്ല, അതൊന്നും പറയാൻ പറ്റത്തില്ല. മിസ്റ്റർ ജിൻ, താങ്കൾ ഖുറാൻ വായിച്ചിട്ട് സന്മാർഗത്തിലേക്ക് വന്ന ഒരു വ്യക്തിയല്ലേ? സ്വന്തം പേരെങ്കിലും ഒന്ന് പറയത്തില്ലായിരുന്നു? ഞാനൊരു ജിന്നാണെന്ന് താങ്കൾ ഇപ്പൊ പറഞ്ഞില്ലായിരുന്നു? അബ്ബാസ് ജിന്നായിരുന്നോ? അൽ മൂസയോ? പോട്ടെ. പുള്ളി ഖുറാനെ ട്രോളിക്കൊണ്ടിരിക്കുക. അതിന്റെ രണ്ടാമത്തെ ആയത്തിന്റെ താഴത്തെ ഭാഗത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. ആരാണ് ഈ ഞങ്ങൾ? ജിന്നുകൾ അതിൽ വിശ്വസിച്ചു. ഇത് ആരുടെ വാക്കുകളാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്? ഈ ഖുറാനകത്ത് ആരുടെ വാക്കുകളായി വന്നിരിക്കുന്നത്? ജിന്നുകളുടെ വാക്കുകളല്ലേ? ജിന്നുകൾ പരസ്പരം പറയുന്നത് കേട്ടതായി ഒരു ചിത്രീകരണമാണ്. ഖുറാനകത്ത് ജിന്നുകൾ പരസ്പരം പറയുന്നത് ഇവിടെ കയറ്റി വെച്ചിരിക്കുക അല്ലേ? അതിവിടെ വെച്ചിരിക്കുകയാണ്. ആരാ കേട്ടത്? ഇതാരാ? മുഹമ്മദ് ആണോ കേട്ടത്, അതോ ജിബ്രീൽ ആണോ കേട്ടത്, അതോ അള്ളാഹ് കേട്ടിട്ട് ഇത് പറയുന്നതാണോ?
ആരാ ഈ ജിന്നുകളുടെ സംഭാഷണം ആരാ കേട്ടത്? ജിബിരിയിൽ തൊട്ടിട്ട് ജിബ്രീൽ കേട്ടോ? അപ്പൊ ഇത് ജിബ്രീലിന്റെ വാക്കുകളാണോ? കൊടുക്കുന്ന അള്ളാഹിന്റെ എന്തോ പെടുത്തല്ലെന്നോ? ഞങ്ങളല്ല നിങ്ങളെ പെടുത്തുന്നത്. ഈ വിവരം കേട്ട സാധനം എഴുതി വെച്ചിരിക്കുന്ന അള്ളയാണ് നിങ്ങളെ പെടുത്തിയിരിക്കുന്നത്, അറിയാവോ? ഇതൊരു സാഹിത്യ ഈ ജിന്നുകൾ സംസാരിക്കുന്നത് ആരാ കേട്ടത്? അള്ളയാണോ, ജിബ്രീലാണോ, മുഹമ്മദ് ആണോ? ആരാ കേട്ടത്? ആരാ? പെട്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു. പറയൂ. നബി പറയുക, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി. അത് എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു. ഈ എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ആരാ പറഞ്ഞേ? അത് നബി മുഹമ്മദ് നബി. ഓ, അപ്പം ഈ ഖുറാനകത്ത് മുഹമ്മദിന്റെ വാക്കുകളല്ലേ ചേർന്നിരിക്കുന്നത്? നബിയെ പറയുക, ജിന്നുകളിൽ പറയൂ. നിന്നുള്ള സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി എന്ന് എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ ജിന്നുകളുടെ വാക്കുകൾ ആരാ കേട്ടത്? ജിന്നുകളുടെ വാക്ക് ജിന്നുകൾ സംസാരിക്കുന്നത്, ജിന്നുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ആരാ കേട്ടത്? ദൈവം വിചാരിച്ചോ? ദൈവം കേട്ടു. ദൈവം കേട്ടു. ഒന്നാമത്തെ ആയത്തിനകത്ത് എന്തോ പറയുന്നേ? ദൈവം കേട്ടു എന്ന് എനിക്ക് ദിവ്യബോധനം, ദൈവം കേട്ടു എന്ന ദിവ്യബോധനം പ്രവാചകൻ ദൈവം കേട്ടെന്നോ? ഇവിടെ ദൈവം, ഇവിടെ ദൈവം കേട്ടെന്ന് പറഞ്ഞിരിക്കുന്നേ. കേട്ടു. സാരാംശം നോക്ക് നിങ്ങൾ. സഹോദര, സാരാംശം ഒന്നും അവിടെ ഇല്ല. അവിടെ ദൈവം കേട്ടെന്ന് എവിടെ എഴുതി പറഞ്ഞിരിക്കുന്നേ? അറിയുക നബിയെ, നബിയോട് പറയാൻ പറയുന്നു. പറയുകയാണ്, ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചുണ്ടായി എന്ന് എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവർ സ്വന്തം സമൂഹത്തോട് പറഞ്ഞു. ഇതാരാ പറയുന്നേ? കേൾക്കാത്ത ജിന്നുകളോട് പറഞ്ഞു. ഇതാരാ പറയുന്നത്? ആരാ അവർ സ്വന്തം സമൂഹത്തോട് പറഞ്ഞു എന്ന് ആരാ പറയുന്നേ? ദൈവം. ദൈവം പറയണം. ദൈവം പറയാം. അവിടെ ദൈവം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? അന്തർലീനമായ അർത്ഥമുണ്ട്. ഞങ്ങൾക്ക് അന്തർലീനമായ ഉള്ള സാധനം ഉള്ളതുപോലെ പറയണം. അന്തർലീനമായിട്ടുള്ള വരികൾക്കിടയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഇനി താഴോട്ട് വായിച്ചോ. അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. ഏതാ? ഖുർആൻ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. ഞങ്ങൾ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് അതിൽ ഞങ്ങൾ വിശ്വസിച്ചു. ജിന്നുകൾ പറയാണ് ഖുറാനിൽ അവർ വിശ്വസിച്ചു എന്ന്. മേലിൽ ഞങ്ങളുടെ രക്ഷിതാവിനോട് ആരെയും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല. ആരായി പറയുന്ന? ആരാ? ജിന്നുകൾ പറയാണ്, മേലിൽ ഞങ്ങളുടെ രക്ഷിതാവിനോട് ആരെയും പങ്കു ചേർക്കുകയില്ല. അതിനു മുൻപേ അവർ രക്ഷിതാവിന്റെ കൂട്ടത്തിൽ ആരെയെ പങ്കു ചേർത്തോണ്ടിരുന്നേ? മനുഷ്യന്മാരെ പോലെ തന്നെ ഒരു സമൂഹമാണല്ലോ ജിന്ന്. ജിന്നുകള് മനുഷ്യന്മാരെ പോലെയുള്ള. ഇവരെ എവിടെ കിട്ടും ഇപ്പം? ഇപ്പൊ അവന്മാർ എവിടെ ഉണ്ട്? അത് അവന്മാരുടെ ഒരു വാസസ്ഥലം ഉണ്ടല്ലോ. അവിടെ എവിടെ? ഭൂമിയിൽ നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും ഇല്ല. അല്ലല്ല, ഇപ്പൊ ഇവരെവിടെ? ഈ പാർക്കുന്ന എവിടെ? ഇപ്പം ഉദാഹരണം പറഞ്ഞുതരാം, നിങ്ങൾ അതൊക്കെ ഒന്ന് കേൾക്ക്. മിസ്റ്റർ, ഇപ്പൊ ഇവരെവിടെ പാർക്കുന്നേ? അറിയാമെങ്കിൽ അറിയാമെന്ന് പറ, അല്ലെങ്കിൽ നമുക്ക് മുന്നിലോട്ട് നീങ്ങാം. അങ്ങനത്തെ സ്ഥലത്തെ കുറിച്ച് നമുക്ക് അറിയില്ല. എവിടെയാണ് അവിടെ അറിയത്തില്ല. അപ്പൊ അള്ളാഹു ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഒറ്റ തള്ളാണ്. പിന്നെ നിങ്ങൾ അങ്ങ് വിശ്വസിക്കാം. മൂന്നാമത്തെ ആയത്തിലേക്ക് വാ. നമ്മുടെ രക്ഷിതാവിന്റെ മഹത്വം ഉന്നതമാകുന്നു. ആരാ ഈ പറയുന്നേ? മറ്റേ ജിന്നുകൾ പറയണേ. ജിന്നുകൾ പരസ്പരം പറയുന്നത് മുഹമ്മദ് കേട്ടിട്ട് പറയുന്നതാണോ അള്ളാഹ് കേട്ടിട്ട് പറയുന്നതാണോ? അള്ളാഹ് അറിഞ്ഞിട്ട് പറയുക അല്ലേ? അള്ളാഹ് അറിഞ്ഞിട്ട് ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീൽ അറിഞ്ഞിട്ട് മുഹമ്മദിനോട് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ പറയാം അല്ലേ? സ്വീകരിച്ചിട്ടില്ല. അവന് ഗേൾഫ്രണ്ട്, കുട്ടികളോ ഒന്നുമില്ല എന്നർത്ഥം. അവന് ഗേൾഫ്രണ്ടോ എന്ന് പറഞ്ഞാൽ സഹാബ കൂട്ടുകാരിയോ സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല. കുട്ടികളില്ലെന്നൊന്നും അല്ല, സ്വീകരിച്ചിട്ടില്ല. അതായത് ത്രിത്വം അങ്ങനത്തെ സംഭവം ഇല്ലാന്ന്. ത്രിത്വമൊന്നും അവിടെ എന്റെ പൊന്നു സഹോദരൻ, ഇവിടെ കൂട്ടുകാരി, പുള്ളിയുടെ ഗേൾ ഫ്രണ്ട്സിനെ പറ്റിയൊക്കെയാണ് പുള്ളി പറയുന്നത്. എനിക്കൊരു ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാകാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി സ്വന്തം അവിടെ ഉണ്ടായിരുന്ന ഹൂറിമാരിൽ നിന്ന് എടുക്കുമായിരുന്നു എന്നുള്ള വേറൊരിടത്ത് പറയുന്നുണ്ട്. ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം അല്ലാഹുവിന് ഗേൾഫ്രണ്ട് ഇല്ല എന്നുള്ള കാര്യം? അതും ഒരു പോയിന്റ് ആണ്. ഈ ജിന്നുകളെ എങ്ങനെ മനസ്സിലാക്കി ബ്രദറെ? അത് അള്ളാഹുവിന് അവിടെ അള്ളാഹുവിന്റെ ജന്നത്തിൽ അള്ളാഹുവിന് വേണമെങ്കിൽ ഗേൾ ഫ്രണ്ട്സിനെ എടുക്കാമല്ലോ. ഈ ജിന്നുകൾ എങ്ങനെ മനസ്സിലാക്കി? ജിന്നുകൾ ഈ നാട്ടിലിരിക്കുന്നവന്മാരല്ലേ? ജീവിതത്തിൽ എന്തെങ്കിലും ഹൂറി എന്നൊരു പദം ഖുർആനിൽ കണ്ട എന്നെ കാണിക്കണേ. ഹൂറി എന്ന പദം ഇപ്പൊ ഖുർആനകത്തില്ല. നിങ്ങൾക്ക് അപ്പൊ ഹൂറി വേണ്ടായോ?
ഇത് കേൾക്കുന്ന നിങ്ങളെ മിസ്റ്റർ ജിൻ നിങ്ങൾക്ക് ഹൂറി വേണോ വേണ്ടായോ? എനിക്ക് ഹൂറിയുണ്ട്. എന്റെ ഹൂറി ഭാര്യ ഉണ്ട്. എത്ര ഹൂറിമാരുണ്ട്? ഒറ്റ ഹൂറിയുള്ളൂ. ഒരു ഹൂറിയേ ഉള്ളൂ. വേറെ ഹൂറിമാരൊന്നും വേണ്ട? എനിക്ക് അതേ വേണ്ടു. ഓ ഓ ഓ ആ ഹാ ഹാ. അപ്പം താങ്കൾക്ക് ഈ മുഹമ്മദ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വൃത്തികേടാണെന്ന് തോന്നി തുടങ്ങിയല്ലേ? അല്ല, എനിക്ക് പറയുന്നുണ്ടല്ലോ 4 നിങ്ങൾക്ക് ഒന്നിനും പറ്റിയില്ലെങ്കിൽ 4 വരെ നിങ്ങൾക്ക് കഴിക്കാം. വിഷയം തിരിച്ചു വരാം. നമ്മുടെ വിഷയം ആയത്തിലേക്ക് തിരിച്ചു വരിക. ഓക്കെ, അടുത്തത് 4-ാമത്തെ വായിച്ചോളൂ. ഒരു കാര്യം മിസ്റ്റർ പോകുന്നതിന് മുമ്പ് നസ്രീന്ദർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ഈ ഹൂറികള് അള്ളാഹുവിന് ഗേൾഫ്രണ്ട് ഇല്ല എന്നുള്ള കാര്യം ഇവർക്ക് എങ്ങനെയാണ് മനസ്സിലായതെന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്നുണ്ട്. അവിടെ ഒളിഞ്ഞു കേൾക്കാൻ പോകുമായിരുന്നു. അള്ളാഹുവിന് ഗേൾഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ഒളിഞ്ഞു കേൾക്കാനായിട്ട് ഇവർ പോകുന്ന കാര്യം പിന്നീട് വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ ജന്നത്തിനടുത്ത് പോയിട്ട് ഇവന്മാർ ഒളിഞ്ഞു കേൾക്കും അവിടുത്തെ സംഭാഷണമൊക്കെ. അപ്പൊ അവിടെ ഇരുന്ന് അള്ളാഹു കരയുന്നത് കേട്ടിട്ടുണ്ട് ഇവര്. അയ്യോ എനിക്ക് ഗേൾഫ്രണ്ട് ഇല്ലേ എന്ന്. അതാണ് ഇവരിവിടെ പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് ഇവർ അറിഞ്ഞത് അള്ളാഹുവിന് ഗേൾഫ്രണ്ട് ഇല്ല. അങ്ങനെ അറിഞ്ഞതാ മിസ്റ്ററെ. അതാണ് പ്രശ്നം. അവരെ ഓൾറെഡി അവരവിടെ ചെന്ന് ഒളിഞ്ഞു കേട്ടിട്ട് അവർ അറിഞ്ഞതാണ് അള്ളാഹിന് ഗേൾ ഫ്രണ്ട്സ് ഇല്ലാത്ത ഒരു ദുഃഖാവസ്ഥ. അള്ളാഹ് ഇടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ആരും ഇല്ലല്ലോ എന്ന് പുള്ളി പറയുന്നുണ്ട്. ജീവിതത്തിൽ ദൈവം പറഞ്ഞു എന്ന ആ ഭാഗം ഒന്ന് കാണിച്ചു തരണേ. ഏതാ അള്ളാഹിന് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്നുള്ള അള്ളാഹിന്റെ ദുഃഖമോ? അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണേ. അതെ ഇപ്പൊ തരാമല്ലോ. ഖുർആൻ 4 വായിക്കും. നിക്ക് ഇനിയിപ്പോ എടുത്ത് കാണിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. അള്ളാഹുടെ ദുഃഖം ശ്രദ്ധ തെറ്റും. അതാണ് അല്ല, ശ്രദ്ധയിലേക്ക് താങ്കൾ എടുത്ത് കാണിക്കുന്നത്. താങ്കൾ ഇപ്പം ഇത്രയും ഷാട്ടിയും പിടിച്ച് താങ്കൾ വെല്ലുവിളിച്ചപ്പോൾ പിന്നെ എടുത്ത് കാണിക്കാതിരിക്കാൻ പറ്റുമോ? അള്ളാഹിന് ഗേൾ ഫ്രണ്ട്സ് ഇല്ലാത്ത പരിപാടി അള്ളാഹ് നേരിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സൂറ 6:101 എന്ന് വായിച്ച്. സൂറ 6 അതിന്റെ 101 വായിച്ച്. സൂറ 6:101. അള്ളാഹ് ഒരു വീരവാദം ഇറക്കുന്നുണ്ട്. പക്ഷെ വീരവാദം പറഞ്ഞതിന് ശേഷം അള്ളാഹുടെ ലിമിറ്റേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. 6:101 വായിക്കാം. അള്ളാഹുടെ ദുഃഖം ഇത് ജിന്നുകൾ ഒളിഞ്ഞിരുന്ന് കേട്ടത് കൊണ്ടാണ് അവർക്കറിയാവുന്നത് അള്ളാഹിന് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന്. അള്ളാഹിന് ഒരു കൊച്ചിനെ ഉണ്ടാക്കണമെങ്കിൽ അള്ളാഹ് ഗേൾ ഫ്രണ്ടുമായി സെക്സ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ മാത്രമേ അള്ളാഹിന് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹിന് ഗേൾ ഫ്രണ്ട്സ് ആരുമില്ലാത്തത്. അതുകൊണ്ട് കുട്ടികളുമില്ല. സൂറ 6:101 വായിച്ചോ. മാതൃകയില്ലാതെ നിർമ്മിച്ചവനാണ്. ഉറക്കെ വായിക്കേ. ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ നിർമ്മിച്ചവനാണ്. വായിച്ചോ, മുന്നിലോട്ട് വായിച്ചോ. അവന് എങ്ങനെ ഒരു സന്താനം ഉണ്ടാവും? അപ്പൊ ചോദ്യമാണ്, അല്ല ചോദ്യം ചോദിക്കുകയാണ്, അവൻ എങ്ങനെ ഒരു സന്താനം ഉണ്ടാകും? ചോദ്യമാണ്. ചോദ്യം എങ്ങനെ സന്താനം ഉണ്ടാകും? കാരണം അവനൊരു കൂട്ടുകാരിയുമില്ലല്ലോ. അപ്പൊ അള്ളാഹിന് സന്താനം ഉണ്ടാകണമെങ്കിൽ അള്ളാഹിന് എന്ത് വേണം? സ്ത്രീ വേണ്ടേ? ലീസിസ്റ്ററിന്റെ കാര്യം പിടികിട്ടിയോ? അള്ളാഹ്നാണെങ്കിൽ അതൊരു പ്രയാസമുള്ള കാര്യമല്ല. ഒരു കൂട്ടുകാരിയെ അള്ളാഹിന് ഒരു കൊച്ചിനെ ഉണ്ടാക്കണമെങ്കിൽ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹുവിന് ബാക്കി ഗേൾ ഫ്രണ്ടിന്റെ ഉള്ളൂ. ബാക്കി പ്രൈവറ്റ് പാർട്ട് എല്ലാം അള്ളാഹിനുണ്ട്. ഒരു ഗേൾ ഫ്രണ്ടിന്റെ ഒരു ആവശ്യകത കൂടെ ഉണ്ടെങ്കിൽ അള്ളാഹിന് കുട്ടിയെ സൂപ്പർ ആയിട്ട് ഉണ്ടാക്കാം. ശരിയല്ലേ മിസ്റ്റർ? ഇത് ഞാനല്ല പറയുന്നത്, നിങ്ങളുടെ ഖുറാന്റെ ആയത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അള്ളാഹിന് ഒരു കുട്ടിയെ വേണമെങ്കിൽ, ഒരു കൊച്ചിനെ വേണമെങ്കിൽ അള്ളാഹിന് ഒരു ഗേൾ ഫ്രണ്ട് സഹാബയുടെ ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് ഒരു കൊച്ചിന്റെ ആവശ്യമുള്ളപ്പോൾ ആ പുരുഷന് സ്വന്തമായിട്ട് കൊച്ചിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. പുരുഷന് ഒരു ഫീമെയിലുമായി ഇന്റിമേറ്റ് ആയ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ട് അതിൽ ഒരു കുട്ടി ഉണ്ടാകുക എന്നുള്ള അതേ രീതിയിൽ തന്നെ അള്ളാഹ് പറയുകയാണ്, എനിക്ക് എങ്ങനെ സന്താനം ഉണ്ടാകും? കാരണം അള്ളാഹുവിന് ഗേൾ ഫ്രണ്ട്സ് അവിടെ ഇല്ലല്ലോ. അതായത് കൃഷി ഇറക്കാൻ കൃഷിയുടെ ഇല്ല എന്നർത്ഥം അല്ലേ? അതെ, ഫാം ഇറക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് എന്തില്ല? ഫാം ലാൻഡ് ഇല്ല. കൃഷിയുടെ എന്താ? ഇന്ന് മരവിച്ച മനസ്സും എന്റെ പൊന്നു സഹോദര, നിങ്ങൾ ഈ ഫിലോസഫി ഒന്നും എടുത്തിട്ടുണ്ട് ഇങ്ങോട്ട്. പോയട്രിയും മരവിച്ച മനസ്സും ഈ സാധനങ്ങളൊക്കെ കയ്യിലൊക്കെ മടക്കി വെച്ചാൽ മതി. ഇതൊന്നും ഇവിടെ എടുത്തോണ്ട് വരല്ലേ. അള്ളാഹുടെ ഗേൾ ഫ്രണ്ടിന്റെ കാര്യമാണ് പറയാം. അള്ളാഹിന് കൃഷി ഇറക്കണമെങ്കിൽ അള്ളാഹിന് എന്ത് വേണം? ഗേൾ ഫ്രണ്ട് വേണം. താങ്കളാണ് ഇപ്പം പറഞ്ഞത് എന്റെ സഹോദര മിസ്റ്ററെ, താങ്കളാണ് പറഞ്ഞത്. മറിയം ബീവി വേണമെന്നാണ് പറഞ്ഞത്.
മിറിയം ബീവി അപ്പൊ പിന്നെ മിറിയം ബീവിയുടെ അടുത്തേക്ക് അള്ളാഹു പൂർണ്ണ പുരുഷന്റെ രൂപത്തിൽ വന്നിട്ട് മിറിയം ബീവിയോട് ചെയ്തത് അനീതിയല്ലയോ? അവിടെ അനീതി അല്ലല്ലോ നമ്മുടെ ഏതേതേത് പൂർണ്ണ പുരുഷന്റെ രൂപത്തിൽ അള്ളാഹുവിന്റെ ആത്മാവിനെ പൂർണ്ണ പുരുഷന്റെ രൂപത്തിൽ മിറിയം ബീവിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ ഗുഹ്യഭാഗത്തോട്ട് ഫർജഹയിലോട്ട് ഊതി ഊതി ഒരു ഊതി കൊച്ചിനെ ഊതി കയറ്റി. ഉണ്ടാക്കിയത്. അതെ, ഒരു കൊച്ചിനെ ഉണ്ടാക്കിയില്ലേ? അവിഹിത അവിടെ അപ്പം മറിയം അവിടെ അവിടെ അവിഹിതം അള്ളാഹുവിന് അവിഹിതം ഒരു സഹാബയെ കിട്ടുന്നില്ലേ? അവിഹിത വെറും ബന്ധം. അഹുഹിത ബന്ധമായിരുന്നു. അതെ അതെ, ആ സ്ത്രീയോട് അള്ളാഹ് ചോദിച്ചില്ല. അള്ളാഹ് ഒരു പ്രാവശ്യം പോലും മിറിയമ്മിനോട് പറഞ്ഞില്ല ഞാൻ നിന്റെ ഫർജഹിലോട്ട് ഊതിക്കോട്ടെ, നിന്റെ ഉടുപ്പിന്റെ വിടവിലൂടെ ഞാൻ നിന്റെ ഗുഹ്യഭാഗത്തോട്ട് ഊതിക്കോട്ടെ. അള്ളാഹ് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ആ സ്ത്രീ അറിഞ്ഞോ? ഇല്ല. രാത്രിയാണ്. അല്ല ആ സ്ത്രീ ബ്രദറെ, ഇത് പറഞ്ഞു, സൂറ നീ 66 നീ 12 ഞാൻ എന്നെ വായിച്ചേ. വിട്ടുപോ, നീ എന്നെ വിട്ടുപോന്നൊക്കെ ആ സ്ത്രീ പറഞ്ഞായിരുന്നു. പക്ഷെ ആ വിട്ടുപോകാണ്ട് സ്ത്രീ ഓൾറെഡി പോയിട്ട് പറയുന്നുണ്ട്. ആ. അതെ, ദേ ഞാൻ വായിക്കാം. സൂറ 66 12 ഞാൻ വായിക്കാം. തന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ച ഇമ്രാന്റെ മകളായ മിറിയമിനെ അപ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് നാം അതിൽ ഊതുകയുണ്ടായി. ഏതിൽ ഊതുക? ഫർജഹയിൽ ഊതുകയുണ്ടായി. ഇത് തന്റെ പ്രശ്നമില്ല. രക്ഷിതാവിന്റെ എന്റെ നിങ്ങൾ സൃഷ്ടി എന്റെ അറിയത്തിന് സഹോദരൻ, സൃഷ്ടി. ഞാനതല്ലേ പറഞ്ഞേ. അള്ളാഹ് ആദ്യം പറയുന്നു എനിക്ക് എങ്ങനെ ഒരു സന്താനം ഉണ്ടാകും, എനിക്ക് കൂട്ടുകാരികളൊന്നുമില്ല. അള്ളാൻ അവിടെ കൂട്ടുകാരികളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ അള്ളാഹ് താഴോട്ട് വന്നിട്ട് ഈ കൊച്ചിന്റെ കൂടെ ഈ പരിപാടി ചെയ്തേ. എന്താണോ ഇതൊക്കെ ഇവിടെ നിന്ന് എത്രയോ ദൂരം കിടക്കുന്ന സമയത്ത് നമ്മുടെ കൊച്ചു മിസ്റ്റർ മറിയത്തെ ഫിലോസഫി ഒന്നും ഇവിടെ ഇറക്കല്ലേ. ഇത് ഫിലോസഫിയുടെ സ്ഥലമല്ല ഇത്. അള്ളാന് ആ അള്ളാടെ എന്തോ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ അള്ളാഹിക്ക് അവിടെ ഹൂറിമാരും ഇല്ലാത്തത് കൊണ്ടല്ലയോ അള്ളാഹ് താഴെ വന്നിട്ട് മിറിയം ബീവിയുടെ ഫർജയിലോട്ട് ഊതിയത്. അക്ഷര ലൈറ്റിന്റെ വെളിച്ചം പോലും കാണാൻ കഴിയാത്ത നമ്മൾ ലൈറ്റിന്റെ കാര്യമൊന്നും ഇവിടെ പറയല്ല എൻ്റെ പൊന്നു സഹോദര. അള്ളാഹ് തന്നെ ഒരു വല്ലാത്ത ലൈറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അള്ളാഹ് ആണെങ്കിൽ ഹിജാബ് ഇട്ടുകൊണ്ടാണ് അള്ളാഹ് ഇരിക്കുന്നത് ഇപ്പം. അതറിയാമോ താങ്കൾക്ക്? നമ്മുടെ ബുദ്ധിക്ക് അള്ളാഹ് ഹിജാബ് അർത്ഥമില്ല. ഇട്ടിട്ടുള്ള കാര്യം താങ്കൾക്ക് അറിയാമോ? അള്ളാഹ് ഒരു ഹിജാബിന്റെ മറയിന്റെ പുറകിലാണ് അള്ളാഹ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാമോ? ഉണ്ടല്ലോ നിങ്ങളെ ദൈവം എങ്ങനെ തല്ലിക്കൊന്ന് എവിടെയോ ഞങ്ങളുടെ ദൈവത്തിന്റെ കാര്യമൊന്നും പറയല്ല എൻ്റെ പൊന്നു സഹോദര. അത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ട് അള്ളാഹ് ഇപ്പോൾ ഒരു ഹിജാബിന്റെ പുറകിലാണോ നിൽക്കുന്നത്? പട്ടി പിടിച്ചോണ്ടായോ പുലി പിടിച്ചോണ്ടായോ അല്ല, ഒരു ഹിജാബിന്റെ പുറകിലാണോ എൻ്റെ പൊന്നു സഹോദര നിൽക്കുന്നത്? അത് പറയൂ നിങ്ങൾ. ഹിജാബിന്റെ പുറകിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയും വരില്ല. അവസ്ഥ വരുന്നില്ല. എല്ലാവരും കേട്ടല്ലോ? എല്ലാവരും കേട്ടല്ലോ? മിസ്റ്റർ ജിൻ പറഞ്ഞത് അള്ളാഹിക്ക് ഹിജാബ് ഇടേണ്ട ആവശ്യമില്ല എന്ന്. സൂറ 42 51 ഒന്ന് വായിച്ചേ. സൂറ 42 അതിന്റെ 51 ഒന്ന് വായിച്ചേ. വിഷയത്തിൽ മാറില്ല നസീമദ്രെ. നല്ല വിഷയത്തിൽ ചർച്ചയാണ് ഇല്ല, നടക്കുന്നത്. മാറുന്നില്ല. അവിടെ തന്നെ ആ പുള്ളി പറഞ്ഞത് അള്ളാഹുവിന് ഹിജാബ് ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് ഒന്ന് തെളിവ് കൊടുക്കുന്നേ ഉള്ളൂ. സൂറ 42 അതിന്റെ 51 ആയത്തൊന്ന് വായിച്ചേ എൻ്റെ പൊന്നു സഹോദര. സൂറ അൽ ഷൂറ, സൂറ 42 അതിന്റെ 51 ആയത്. അള്ളാഹ് ഹിജാബിന്റെ പുറകിലാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ചില വരികൾ മാത്രമേ എടുക്കുള്ളൂ. മിസ്റ്റർ വ്യാഖ്യാനം ഒന്നും പറയല്ലോ, ഒരു കാര്യവും പറയണ്ട. മിസ്റ്റർ ഇവിടെ എന്നോട് പറഞ്ഞു അള്ളാഹിന് ഹിജാബിന്റെ ആവശ്യമില്ല. പറഞ്ഞായിരുന്നോ? ഒരു വരി എടുക്കുക, പിന്നെ അതിന്റെ മിസ്റ്റർ ഇവിടെ പറഞ്ഞായിരുന്നു അള്ളാഹിന് ഹിജാബിന്റെ ആവശ്യമില്ലെന്ന് താങ്കൾ ഇവിടെ പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു. എന്നാ വായിക്ക്. സൂറ 42 അതിന്റെ 51 ആയത്തൊന്ന് വായിച്ചേ. വമ കാന ലിബാശരീൻ അൻ യുകല്ലിമഹു ഇലാഹു ഇല്ല വഹ്യൻ ഔ മിൻ വറായ് ഹിജാബിൻ. എന്താണ് അതിന്റെ അർത്ഥം? 51 51 സൂറ 42 51. വമ കാന ലിബാശരീൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? And not is for any human an yukammillahu Allah should speak to him ilahu illa wahyan ഔ മിൻ വറാ ഹിജാബിൻ. എന്താണ് അതിന്റെ അർത്ഥം? പറയൂ മിസ്റ്റർ. ഉറക്കെ വായിക്കുക എൻ്റെ സഹോദര. വായിക്കൂ, ഖുർആൻ വായിക്കുമ്പോൾ മര്യാദയ്ക്ക് വായിക്കൂ, ഉറക്കെ സ്പഷ്ടമായിട്ട് വായിക്കൂ. ക്ലാരിറ്റി ഇല്ല. ഉറക്കെ വായിക്കൂ, മൈക്കിൽ വായിക്കൂ. ഇത് കേൾവിക്കാർക്ക് കേൾക്കാനല്ലയോ ഇത് ചെയ്യുന്നേ? 49 മുതൽ വായിക്കുന്നുണ്ട്. ഓക്കെ. ശരി, 49 തൊട്ട് താഴോട്ട് വായിച്ചു, കുഴപ്പമില്ല.
51 വരെ വന്നാൽ മതി. മിസ്റ്റർ ഒരു ദിവസം വന്നെത്തുന്നതിന് മുന്നേ നിങ്ങളുടെ രക്ഷിതാവിന്റെ ആഹ്വാനം നിങ്ങൾ സ്വീകരിക്കും. ആ ദിവസത്തെ അടുപ്പിച്ച അന്ന് നിങ്ങൾക്ക് യാതൊരു അഭയസ്ഥാനമില്ലായിരുന്നു. ഛേദിക്കാനുമാവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ? എനിക്ക് മാത്രമാണോ ഈ കുറവ് കേൾക്കുന്നത്? ഒന്നും കേൾക്കുന്നില്ല സഹോദര. എന്തുവാ മിസ്റ്റർ ഇത്? നിങ്ങൾ എന്ത് പരിപാടി കാണിക്കുന്നത്? മൈക്കിനകത്ത് അടുത്തോട്ട് വന്നിട്ട് മിസ്റ്റർ ജിൻ പ്ലീസ്, അതാരും മൈക്കിന്റെ അടുത്തോട്ട് വന്നിട്ട്. ആരും കേൾക്കരുതെന്ന് വിചാരിച്ചോണ്ട് തന്നെ വായിക്കുന്നതാ. അതെ അതെ. അപകർഷതാബോധം വന്നു ഖുർആൻ വായിച്ചിട്ട്. പിന്നെ മിസ്റ്റർ ജിൻ അത് തന്നെ ചെയ്യുന്നു. താങ്കൾ ശരിയായിട്ട് വായിക്കുന്നില്ല. നിങ്ങൾക്ക് മൈക്കിന്റെ അടുത്ത് പിടിപ്പിച്ച് വായിച്ചു ബ്രദറെ പ്ലീസ്. ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിന്നെ നാം അവരുടെ മേൽ പിന്നെയും പോയി. അയച്ചിട്ടില്ല. 51 വായിക്കും. 51 വരെ വായിക്കേ. വായിക്കണം. 51ാമത്തെ ആയത്തിൽ വരണം. പ്രവാചകനോട് പറയണം, ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ. ആയിക്കോട്ടെ. പുള്ളി പറഞ്ഞത് കേൾക്കാതെ തന്നിഷ്ടത്തിൽ നടക്കുകയാണെങ്കിൽ. ആയിക്കോട്ടെ. എക്സ്പ്ലനേഷൻ വേണ്ട, വായിച്ചാൽ മതി. ഇത് എന്തിനാ ഇതൊക്കെ? ഒരു ആവശ്യമില്ല മിസ്റ്റർ. 51ാമത്തെ ആയത്ത് വരെ വാ. നിന്നെ നാം അവരുടെ മേൽ കാവൽക്കാരനായി അയച്ചിട്ടില്ല. നിന്റെ പ്രമുഖ ബാധ്യത മാത്രമേ ഉള്ളൂ. തീർച്ചയായും നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹം ആസ്വദിപ്പിച്ചാൽ അതിന്റെ പേരിൽ അവൻ ആഹ്ലാദം കൊള്ളുന്നു. അവരുടെ കൈകൾ. ആയത്ത് നമ്പർ പറഞ്ഞേ. 48. പുറകിലോട്ട് പോകാന്നോ? അല്ല, ഈ രണ്ടെണ്ണം. 49 തൊട്ട് മുന്നിലോട്ട് വായിക്കണമെന്ന് പറഞ്ഞു. പിന്നെ പുറകിലോട്ട് പോകണം നിങ്ങള്. എന്തോ ഇത് ചെയ്യുന്നേ മിസ്റ്ററെ? നിങ്ങൾ 49 തൊട്ട് മുന്നിലോട്ട് വായിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 48 എത്തിയോ നിങ്ങള്? മിസ്റ്ററെ, ഒരു കാര്യമില്ല. നിങ്ങൾ എത്രയും പുറകിലോട്ട് പോയാലും ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്ത സാധനങ്ങളാണ്. ഇത് കണ്ടിന്യൂറ്റി ഇല്ലാത്ത സാധനമാണ് ഈ ഖുർആൻ എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് മേളത്തെ വായിച്ചിരുന്ന പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? തലയിൽ മുണ്ടിട്ട് നടക്കുന്ന ആള് വന്നിട്ടുണ്ട് കേട്ടോ. മുകളിലേക്ക് വന്നാൽ നന്നായിരിക്കും. വെച്ചതിന്റെ ഫലമായി തെറി വിളിച്ച് ശവിക്കുന്ന സാധനമാണോ? തലയിൽ സ്കേർട്ടിട്ട് സൗരന്മാരൊക്കെ മേളിൽ കയറാം. തല മുണ്ടിട്ട് നടക്കുന്ന സൗരന്മാരൊക്കെ മേളിൽ കയറി വരാം കേട്ടോ. ശപിക്കാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സൈഡ് ശപിച്ചിട്ട് പോകാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വീട്ടിലിരിക്കുന്ന വീട്ടുകാരുടെ മണ്ടയ്ക്ക് ഈ ശാപം കേൾക്കാതിരുന്ന് സൂക്ഷിച്ചാൽ മതി. ക്രിസ്ത്യാനിയുടെ അടുത്തോട്ട് വരുമ്പം വിവരക്കേട് പറഞ്ഞിട്ട്. മിസ്റ്ററെ 51 വമകാന ലിബശരീൻ അൻ യകമ്മിലഹു എന്ന് പറഞ്ഞാൽ എന്തുവാ? യുകല്ലിമഹു എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇലാഹു ഇല്ലാ വഹിയൻ ഔ മിൻ വറൈ ഹിജാബിൻ. ഹിജാബ് എന്ന് വാക്കുണ്ടോ അവിടെ? ഇനി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. യുർസില റസൂലുൻ ഫയൂഹിയ ബി ഇദ്നിഹി മാ യശ്ഹു. അത്ര ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ, വേർഡ് ടു വേർഡ്. നേരിട്ടുള്ള ഒരു ബോധനം എന്ന നിലയിലോ മേളിന്ന് വായിക്കും. ഒരു മറയുടെ പിന്നിൽ നിന്നായിക്കൊണ്ടോ. മറയുടെ പിന്നിൽ നിന്ന്. അപ്പൊ അള്ളാഹു എന്തോത്തിന്റെ പുറകില്? ഒരു മറ, ഹിജാബിന്റെ പുറകിലാണ് അള്ളാഹു. സാധനമല്ല, ഒരു മറ. അറബിക്കിലെ വാക്ക് ഇപ്പം താങ്കളാണ് വായിച്ച. കള്ളത്തരം പറയല്ലേ. ഏത് വാക്കാ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ മറ എന്നല്ലെങ്കിൽ മലയാളത്തിൽ അവിടെ പല കാര്യങ്ങളും എഴുതും. അറബിക്കിൽ വാക്ക് ഏതാന്ന് പറയൂ. എന്തിന്റെ പുറകിലാണ് എന്റെ പൊന്നു സഹോദരൻ? അറബിക്കിൽ എന്ത് വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? താങ്കൾ ഇപ്പോൾ പറഞ്ഞതാണ് ഹിജാബ്. അപ്പൊ അള്ളാഹ് ഹിജാബിന്റെ പുറകിലാണോ? അള്ളാഹ് ഹിജാബിന്റെ പുറകിലാണോ? ആയിക്കോട്ടെ, അള്ളാഹ് ഹിജാബിന്റെ പുറകിലാണോ? അള്ളാഹ് ഹിജാബ് ഇട്ടിട്ടുണ്ടല്ലോ, ശരിയല്ലേ? അള്ളാഹ് ഹിജാബ് ഇട്ടിട്ടുണ്ടല്ലോ, ശരിയല്ലേ? അത് നമുക്കറിയാമോ? നിങ്ങൾ ഇത് മുഹമ്മദിനോട് ചോദിക്കുന്നത്, ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നത്? അള്ളാഹ്ക്ക് എങ്ങനെ മറ കിട്ടുന്നത്? ഇത് നല്ല കൂത്തായല്ലോ. ഇത് ഞങ്ങൾക്ക് അറിയത്തില്ല മിസ്റ്റർ ജിൻ. നിങ്ങൾ ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നത്? അള്ളാഹ് ഹിജാബിന്റെ പുറകിലാണ്. താങ്കൾ എന്തോ എന്നോട് പറഞ്ഞത്? അള്ളാഹ് ഹിജാബിന്റെ പുറകിൽ വരുന്ന ഗതികേട് അള്ളാഹിനില്ല. താങ്കൾ പറഞ്ഞായിരുന്നോ? താങ്കൾ ഇവിടെ പറഞ്ഞായിരുന്നോ അള്ളാഹുവിന് ഹിജാബിന്റെ പുറകിൽ നിൽക്കാനുള്ള ഗതികേടില്ല എന്ന് താങ്കൾ പറഞ്ഞായിരുന്നോ?
എനിക്കൊന്നും യെസ്, സംസാരിക്കാൻ ഞങ്ങളൊക്കെ അവസരമില്ല. കേട്ടു. താങ്കൾ പറഞ്ഞായിരുന്നോ ഇല്ലയോ? ഇവിടെ ഉള്ളവർ കേട്ടതാ. അള്ളാഹ് ഹിജാബിന്റെ പുറകിൽ പോകേണ്ട ആവശ്യമൊന്നും അള്ളാഹിനില്ല എന്ന് താങ്കൾ പറഞ്ഞായിരുന്നോ? ഇടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹ് ഇട്ടിട്ടുണ്ടോ മറയല്ലേ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹിജാബ്? ഹിജാബ് താങ്കൾ ഇവിടെ വായിച്ചതാ. ഹിജാബ്, എന്താണ് ഹിജാബ് എന്ന് തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. ഹിജാബിൻ, ഹിജാബിൻ, ഹിജാബിന്റെ ഹിജാബിൻ അതെ, ഇടയ്ക്കിടയ്ക്ക് വഹിയൻ പുള്ളിക്കാരൻ ഔ മിൻ. തയ്പ്പിക്കും. ഇടയ്ക്കിടയ്ക്ക് അള്ളാഹു തയ്പ്പിക്കും. ബാബു ചേട്ടന്റെ ടൈലർ കടയിൽ പോയിട്ട് ഹിജാബ് തയ്പ്പിക്കും. ഇങ്ങനെയൊക്കെ വാക്കർത്ഥം നോക്കുകയാണെങ്കിൽ അപ്പൊ മിസ്റ്റർ കാര്യം പിടികിട്ടിയില്ലേ? അള്ളാഹ് ഒരു ഹിജാബിന്റെ പുറകിലാണ് നിൽക്കുന്നത്. മറയിടണം. ഒരു ആകാശത്തിന്റെ എന്റെ പൊന്നു സഹോദര, ഹിജാബ് ഇനി മറയൊന്നും ആക്കണ്ട അതിനെ. 7 ആകാശം ഉണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? 7 ആകാശമൊന്നും എന്റെ പ്രശ്നമല്ല. അള്ളാഹ് ഒരു സ്ത്രീയെ പോലെ ഒരു ഹിജാബിന്റെ പുറകിലാണ് നിൽക്കുന്നത്. സിമ്പിൾ. ആകാശത്തിന്റെ മറയിലാണ് അള്ളാഹു. അത് ആയിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. ഇനി അള്ളാഹുവിന് ഗർഭപാത്രം ഉണ്ടോ? എന്തായിപ്പോ ആ സ്ത്രീകളെ പോലെ, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന സ്ത്രീകളെ പോലെ അള്ളാഹിന് ഗർഭപാത്രമുണ്ടോ? യെസ് ഓർ നോ? നെവർ. നെവർ. വാക്ക് മാറത്തില്ലല്ലോ, പുറകിലോട്ട് പോകത്തില്ലല്ലോ. ഒന്നുകൂടെ സൂക്ഷിച്ച് ചിന്തിച്ച് നോക്കാം. അള്ളാഹിന് ഗർഭപാത്രം സ്ത്രീകളെ പോലെ ഉണ്ടോ ഇല്ലയോ? താങ്കൾ ഇപ്പം പറഞ്ഞു നെവർ. വാക്ക് മാറത്തില്ലല്ലോ. നിങ്ങൾ അതെടുക്കുമ്പോൾ ഞാൻ കുറച്ച് മറ്റേ നമ്മുടെ ക്രിസ്ത്യൻ ദൈവത്തെ കുറിച്ച് അത് എന്റെ മിസ്റ്ററെ, താങ്കൾ ഇവിടെ ഇപ്പൊ പറഞ്ഞു ക്രിസ്ത്യന്റെ അവൻ പെട്ടു ഇതുവരെ കേൾക്കാത്ത മിസ്റ്ററെ, താങ്കളാണ് ഇപ്പൊ പറഞ്ഞത് നെവർ, അള്ളാഹിന് ഗർഭപാത്രം ഇല്ല. താങ്കൾ പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞിരുന്നു. ഷുവറാണ്. പിന്മാറത്തില്ലല്ലോ. നെവർ. പിന്മാറുമോ ഇല്ലയോ എന്ന് പറ ആദ്യം. പാണ്ടൊക്കെ നനഞ്ഞു കാണും. റെഫറൻസ് കാണിച്ചാ പിന്മാറൂ. ശരി. അപ്പൊ മിസ്റ്റർ ജിൻ, താങ്കളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. അള്ളാടെ ഗർഭപാത്രം ഉണ്ട്. അതെ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അള്ളാടെ ഗർഭപാത്രം അള്ളാടെ സാധനത്തിൽ കയറി പിടിക്കുന്ന സിറ്റുവേഷനും കൂടെ ഉണ്ട്. ഇത് ഞാൻ വായിക്കാം. താങ്കളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ്, ഞാനല്ലാതെ എന്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നൊന്നുമല്ല. അതെ 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 അതെ, കേക്കോ. എന്തോന്ന്? ഖുറാനിന്നോ? ഇന്നലെ മുതൽ ബുക്കാരി വരെ എത്തിയായിരുന്നു. ഇപ്പൊ ബുക്കാരി തള്ളിയോ? ഇന്നലെ താങ്കൾ എന്നോട് എന്തോ പറഞ്ഞത്? ഇബ്ൻ മാജ ഞാൻ എടുക്കത്തില്ല, നിങ്ങൾ ബുക്കാരിന്ന് കാണിക്കണം. ഇന്നലെ നിങ്ങൾ പറഞ്ഞായിരുന്നോ? നിങ്ങൾ പറഞ്ഞായിരുന്നോ ഇല്ലയോ? ഇന്നലെ ഞാൻ ഇബ്ൻ മാജ എടുക്കത്തില്ല, ബുഖാരിയിൽ നിന്ന് നിങ്ങൾ കാണിക്കണമെന്ന് നിങ്ങൾ ഇന്നലെ എന്നോട് പറഞ്ഞായിരുന്നോ ഇല്ലയോ? അത് പറ. താങ്കൾ ഇന്നലെ എന്നോട് ബുഖാരിക്കകത്തുനിന്ന് താങ്കൾ എനിക്ക് റെഫറൻസ് കാണിക്കണം ഇന്നലെ എന്നോട് പറഞ്ഞായിരുന്നോ? മിസ്റ്ററെ ഇച്ചിര ഉളുപ്പ്, എന്റെ പൊന്നു സഹോദര, ഇച്ചിര ഉളുപ്പ്. സഹി അൽ ബുഖാരി 5987. എടുത്തേ ഒന്ന് വായിക്കാം, നമുക്കൊന്ന് വായിക്കാം. സഹി അൽ ബുഖാരി 5987. പോയി ഏതെങ്കിലും ഉസ്താദിനെ ഈ ഹദീസ് കൂടെ കാണിക്കണം കേട്ടോ. 5987. സഹി അൽ ബുഖാരിയിൽ നിന്നാണ്, അതുകൊണ്ട് തള്ളിക്കളയാനൊന്നും താങ്കൾക്ക് പറ്റത്തില്ല. അള്ളാടെ ഗർഭപാത്രം. ഹലോ ഫോക്കസ്. അള്ളാടെ താങ്കൾ ഇവിടെ പറഞ്ഞ അള്ളാഹിന് ഗർഭപാത്രം ഇല്ല. തെളിവ് സൂക്ഷിച്ചു കേൾക്കണേ. സഹി അൽ ബുഖാരി 5987. നറേറ്റഡ് അബു ഹുറൈറ നിവേദനം. ദ പ്രോഫറ്റ് സെഡ്, അള്ളാഹുവിന്റെ റസൂൾ ഇങ്ങനെ പറഞ്ഞു, അല്ലാഹ് ക്രിയേറ്റഡ് ദ ക്രിയേഷൻ. അല്ലാഹ് എന്ത് ചെയ്തു? സൃഷ്ടി ഉണ്ടാക്കി. ക്രിയേറ്റഡ് ദ ക്രിയേഷൻ. ആൻഡ് വെൻ ഹി ഫിനിഷ്ഡ് ദ ക്രിയേഷൻ ഫ്രം ഹിസ് ക്രിയേഷൻ, അല്ലാഹ് സൃഷ്ടിയെല്ലാം ഉണ്ടാക്കിയതിനു ശേഷം, അർറഹം i.e. വൂംബ് സെഡ്. വൂംബ് എന്ത് പറഞ്ഞു? ഗർഭപാത്രം എന്ത് പറഞ്ഞു അള്ളാഹിനോട്? ഓ അല്ലാ, അറ്റ് ദിസ് പ്ലേസ് ഐ സീക്ക് റെഫ്യൂജ് വിത്ത് യു. അല്ലയോ അള്ളാഹേ, ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അള്ളാടെ ഗർഭപാത്രം അള്ളാഹിനോട് അഭയം തേടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനിയും അള്ളാടെ ഗർഭപാത്രം അള്ളാടെ സാധനത്തെ കയറി പിടിക്കുന്നുണ്ട്. സഹി അൽ ബുഖാരി 4830. ഞാൻ റെഫറൻസ് മേളിൽ പിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത റെഫറൻസ് ഞാൻ ഇപ്പൊ പിൻ ചെയ്യാം. സഹി അൽ ബുഖാരി 4830. ബുഖാരിക്കകത്തു നിന്നാണ്. താങ്കൾക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല, കാരണം താങ്കൾ ഒരു സുന്നി മുസ്ലിം ആയതുകൊണ്ട്. എന്തോ പണി ഒപ്പിക്കല്? എന്ത് ബുഖാരിക്കകത്തുനിന്ന് വായിക്കുന്ന പണി ഒപ്പിക്കലാണോ? ബുഖാരിക്കകത്തുനിന്ന് വായിക്കുന്ന പണി ഒപ്പിക്കലാണ്. ഞാൻ എന്ത് പണി ഒപ്പിച്ചെന്നാ? അതെ, ബുഖാരി, സഹി അൽ ബുഖാരി 4830. 4830. മിസ്റ്ററെ, ഇത് നല്ല ഒന്നന്തരം ഹദീസാണ് കേട്ടോണേ. നറേറ്റഡ് അബൂ ഹുറൈറ, ദി പ്രോഫറ്റ് സെഡ്, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, അല്ലാഹ് ക്രിയേറ്റഡ് ഹിസ് ക്രിയേഷൻ. അല്ലാഹ് സൃഷ്ടിയെ ഉണ്ടാക്കി. വെൻ ഹി ഫിനിഷ്ഡ് ഇറ്റ്, സൃഷ്ടി ഉണ്ടാക്കിയതിനു ശേഷം, ദ വൂംബ് ഗോട്ട് അപ്പ്, അള്ളാഹുടെ ഗർഭപാത്രം എണ്ണിച്ചു നിന്നു. ആൻഡ് കോട്ട് ഹോൾഡ് ഓഫ് അല്ലാഹ്, അല്ലാഹയെ കയറി പിടിച്ചു. എന്ത് ചെയ്തു? എടാ, ഞാനല്ല ഇത് പറയുന്നത്, എഴുതി വെച്ചിരിക്കുന്നെന്ന്.
അള്ളാടെ ഗർഭപാത്രം, മുഹമ്മദാണ് ഈ പ്രാന്ത് പറയുന്നത്, അള്ളാടെ ഗർഭപാത്രം അള്ളാടെ സാധനത്തെ കയറി പിടിച്ചെന്ന്. നമുക്ക് നമ്മളിതൊന്നും നമ്മൾ അറിഞ്ഞു, ഞാനിതൊന്നും അറിഞ്ഞില്ല. പിള്ളേരെ ഹമക്കീങ്ങൾ ഇത് കള്ളത്തരം പറഞ്ഞു വെച്ചിരിക്കാൻ. മുഹമ്മദ് പുറത്തു ചാടി. എടാ മിസ്റ്റർ ജിൻ, മുഹമ്മദ് പുറത്തു ചാടി. മിസ്റ്റർ ജിന്നിൽ നിന്ന് മുഹമ്മദ് പുറത്തേക്ക് ചാടി. കള്ള ഹമക്കീങ്ങൾ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മളെ കൊടുക്കാൻ വേണ്ടി. കേട്ടോ സൂക്ഷിച്ച് കേട്ടോ. Allah created the creation and when he had finished it, the womb got up. അള്ളാടെ ഗർഭപാത്രം എണ്ണിച്ചു നിന്നു and caught hold of Allah. എന്നിട്ട് അള്ളാഹ് കയറി പിടിച്ചു. Whereupon Allah said, അപ്പം അവ കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹ് എന്ത് പറഞ്ഞു? Allah said, what is the matter with you? അള്ളാഹ് പറയാ, നിനക്ക് എന്തായി പറ്റിയേ? സമത്വം എന്ന് പറഞ്ഞാൽ ഹജ്ജും അത് സൂക്ഷിച്ച് ഇവിടെ ഫോക്കസ് ചെയ്യും. അള്ളാടെ ഗർഭപാത്രം മിസ്റ്ററെ അള്ളാടെ ഗർഭപാത്രം അള്ളാടെ സാധനത്തെ കയറി പിടിച്ചെന്ന്. മിസ്റ്ററെ അള്ളാടെ ഗർഭപാത്രം അള്ളാടെ കയറി പിടിച്ചെന്ന്. അതൊക്കെ നിന്നെ പോലത്തെ ഏത് പ്രാന്തമാരെ എഴുതിയ സാധനം. ബുഖാരി ഭ്രാന്തനായി. ഞാൻ നോക്കട്ടെ, നോക്കിയാലോ വായിക്കുന്നത്. താങ്കൾ ഒന്ന് നോക്കിയിട്ടൊന്ന് വായിച്ചേ. അജ് തമത്വമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം, അവിടോട്ടൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. താങ്കൾ ബുഖാരി 4830 ഒന്ന് വായിച്ചേ. 4830 ഒന്നെടുത്ത് വായിച്ചേ. വായിക്കുക സഹോദര. താങ്കള് അള്ളാടെ ഗർഭപാത്രം അള്ളാടെ സാധനത്തെ കയറി പിടിച്ചു എന്ന് ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ താങ്കൾ എടുത്ത് വായിക്കും. സഹോദര താങ്കൾ വായിക്കും. ഞാൻ കള്ളം പറയുവാണെങ്കിൽ താങ്കൾ വായിക്കുന്നേ. മിസ്റ്ററെ താങ്കൾ വായിക്കൂ. സഹി അൽ ബുഖാരി 4830. താങ്കൾ അതൊന്നും എടുത്ത് വായിക്കും. ഞാൻ വായിക്കുന്നില്ല, താങ്കൾ വായിച്ചേ. ബുഖാരി അതൊന്നും എന്റെ വിഷയമല്ല. ഇപ്പോഴത്തെ ഹദീസ് ബുഖാരി, താങ്കൾ ബുഖാരി മാത്രമേ സ്വീകരിക്കത്തുള്ളൂ, അതുകൊണ്ട് എടുത്തത്. ബുഖാരി എടുത്ത് വായിക്കും. ബൈബിളല്ല ഇവിടുത്തെ വിഷയം. അള്ളാടെ ഗർഭപാത്രം അള്ളാടെ സാധനത്തെ കയറി പിടിച്ചതാണ് ഇപ്പോഴത്തെ വിഷയം. വായിക്ക് മിസ്റ്ററെ വായിക്ക്. ഞാൻ ഇത് ഒറിജിനൽ അറബിക്കിൽ എങ്ങനെ കിടക്കുന്നതെന്ന് അറിയോ? അതേ ഞാൻ പറയാം. Khalid bin Mukhalid told us, Sulaiman told us, he said, Muawiyah bin Abi Mazrad told us, on the authority of Sa'id bin Yasir, on the authority of Abu Huraira, on the authority of the Prophet, said, Allah created the creation. Allah creation ഉണ്ടാക്കിയതിനു ശേഷം, when he finished ഉണ്ടാക്കി അതിനു ശേഷം, the womb rose up. എന്ത് പറ്റി? അള്ളാടെ ഗർഭപാത്രം എണ്ണിച്ചു നിന്നു. and took hold of the loins of the most gracious. അള്ളാടെ ലോയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ? തൊടയുടെ ഇടയിലത്തെ ഭാഗത്ത് കയറി പിടിച്ചെന്ന്. അള്ളാടെ ലോയിൻസിൽ കയറി ഈ ഗർഭപാത്രം കയറി പിടിച്ചു. The womb rose and took hold of the loins of the most gracious. 4830 മേളി പിൻ ചെയ്തിട്ടുണ്ട്. 4830. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ ഏത് വ്യക്തിക്കും, ഞാൻ അടുത്തത് ആമറീനിൽ നിന്ന് ഇടുകയാണ്, നിങ്ങൾക്കത് ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് ചെയ്തു കൊടുത്താൽ, ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ്, ട്രാൻസ്ലേറ്റ് ടു മലയാളം നിങ്ങൾ ചെയ്തു കൊടുക്ക്. അള്ളാടെ ഗർഭപാത്രം അള്ളാടെ സാധനത്തെ കയറി പിടിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കോട്ട് ഹോൾഡ് ഓഫ് ഹിസ് ലോയിൻസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ മേളിൽ പിൻ ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ ഓർക്കെ വായിച്ചേ. അള്ളാടെ ഗർഭപാത്രം അള്ളാടെ സാധനത്തെ കയറി പിടിക്കുന്ന സന്ദർഭം ഓർക്കുക. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. മിസ്റ്റർ ഉണ്ട് ഉറക്കെ വായിക്കാം അങ്ങോട്ട്. മിസ്റ്റർ, ഐ നോ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്, പക്ഷേ സത്യസന്ധമായിട്ട് വായിക്കൂ. The prophet said, Allah created his creation. എന്നിട്ട് and when he had finished it, the womb got up and caught hold
Allah were upon. Caught hold of who? Allah were upon. Caught hold of who? Allah were Caught hold upon. of Allah. Caught hold of Allah. Womb got up and caught hold of. അന്ന് മലയാളത്തിലൊന്ന് പറഞ്ഞേ. നിങ്ങൾ അത് മലയാളത്തിൽ പറ. മലയാളത്തിൽ പറ. എനിക്കറിയാം നിങ്ങളുടെ അല്ല നിങ്ങളുടെ ഉസ്താദിന്റെ കളി പോകും. എനിക്കറിയാം ഇത് കഥ നിങ്ങളുടെ മുഹമ്മദ് പറഞ്ഞ സാധനം ഇത്. ഇത് ഭൂമിയെ കുറിച്ചുള്ള ഇത് എന്തോ ഗർഭപാത്രം ഭൂമിന്നോ അവിടെ എവിടെയൊക്കെ ഭൂമിന്ന് എഴുതി വെച്ചിരിക്കുന്നത് പുള്ളിയുടെ മറ്റേ സാധനം. എനിക്കറിയാം പുള്ളിയുടെ മറ്റേ സാധനത്തിൽ കയറി പിടിച്ചു. ഇത് അറബിക്കിലൊന്ന് വായിച്ചേ. അത് ഇംഗ്ലീഷിനകത്ത് അത് മുഴുവൻ കൊടുത്തിട്ടില്ല. അറബിക്കിനകത്ത് എങ്ങനെയാണെന്ന് അറിയാവോ? അറബിക്കിനകത്ത് പറയാ അറബിക് ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒറിജിനൽ കൊടുത്തേക്കുന്ന Allah created the creation and when he finished it the womb rose and took hold of the loins of the most gracious എന്നാ പറയില്ല. ഇത് ഭൂമി ലോകത്തിന്റെ ഖജനാവിനെ കുറിച്ചുള്ള ഭൂമിയില്ല ചന്ദ്രൻ പിന്നെ ജൂപ്പിറ്റർ വരുന്നുണ്ട്. ഖജനാവിനെ മിസ്റ്റർ ഇല്ലാത്ത കാര്യമൊന്നും ഇങ്ങോട്ട് കേട്ടോ. ഭൂമി മാടെ കോട ഇതൊന്നും എന്റെ വിഷയമല്ല. അള്ളാടെ ഗർഭപാത്രം അള്ളാടെ സാധനത്തെ കയറി പിടിച്ചു എന്നാ എഴുതി വെച്ചിരിക്കുന്നത്. മിസ്റ്റർ അള്ളാടെ ഗർഭപാത്രം അള്ളാടെ സാധനത്തിൽ കയറി പിടിച്ചു. അപ്പോഴാണ് അള്ളാഹ് പറയുന്നത്. മോദല്ലാണ്ട് പറയില്ല ഇവിടെ ഇതിന്റെ പരാമർശം എന്താണ്? ഹലോ അതൊന്ന് വായിച്ചേ. അതൊന്ന് അറബിക്ക് കൊടുത്തിരിക്കുന്ന അതൊന്ന് ഇംഗ്ലീഷിലോട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊന്ന് വായിച്ചേ. വായിച്ചതാ മേളിൽ ഇട്ടിട്ടുണ്ട്. അമറീനിനകത്ത് കൊടുത്തിട്ടുണ്ട്. അറബിക്കിൽ കൊടുത്തത് വേർഡ് ടു വേർഡ് ഒന്ന് വായിച്ചേ. അവർക്ക് നാണമായതുകൊണ്ടാണ് ലോയിൻസ് അവിടെ എഴുതാഞ്ഞത്. അവർക്കറിയാം ലോയിൻസ് എഴുതി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അള്ളാടെ ഗർഭപാത്രം അള്ളാടെ ലോയിൻസ് കയറി പിടിച്ചു എന്ന് പറയുമ്പോൾ ലോയിൻസ് എന്ന് പറഞ്ഞാൽ ഏതാ ഭാഗം എന്നറിയാമോ? വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി ഈസ് ലോയിൻസ്? ലോയിൻസ് ഏത് ഭാഗമാണ് മിസ്റ്റർ ജിൻ? ലോയിൻസ് ഒരു മനുഷ്യന്റെ ഏത് ഭാഗത്തിൽ പെടും? ഇവിടെ മറ്റേ നമ്മുടെ എന്താ പറയാ നമ്മുടെ വയറിന്റെ നാവിയുടെ താഴത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനനേന്ദ്രിയത്തിന്റെ ഭാഗം ആയിട്ട് വരും. മനസ്സിലായോ? അള്ളാടെ ആ ഭാഗത്ത് കയറി പിടിച്ചെന്ന് അള്ളാടെ ഗർഭം. മിസ്റ്റർ ഇത് മിസ്റ്ററേ ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം. മനസ്സിലായി? അങ്ങനെ എഴുതി വെച്ചപ്പോ ഇതിൽ ടൈപ്പ് ചെയ്തോണ്ട് ഇതാണത്. ഇതിന്റെ ബുക്ക് എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് ശരിയായ ബുക്ക് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. താങ്കളുടെ കൈ ബുക്ക് ഉണ്ടോ? എന്റെ കൈ ഫുൾ ബുഖാരിയുടെ ഫുൾ വോള്യൂംസ് എന്റെ കൈ കിടപ്പുണ്ട്. ആ ബുക്കിൽ എത്ര ഹദീസ് ഉണ്ടെന്ന് നോക്കൂ. ഞാൻ പറഞ്ഞത് ഫുൾ വോള്യൂം എന്റെ കൈ കിടപ്പുണ്ട്. താങ്കളുടെ കൈ ബുക്ക് ഇരിപ്പുണ്ടോ? ഞാൻ പറഞ്ഞത് ഡു യു ഹാവ് ദ ബുക്ക് വിത്ത് യു? എന്റെ കൈ ഫുൾ ബുക്ക് കിടപ്പുണ്ട്. ഉദ്ദേശിച്ചിട്ടുള്ളത് മറ്റേ എന്റെ കൈ ഫുൾ ബുക്ക് കിടപ്പുണ്ടെന്ന്. എന്റെ പൊന്നു സഹോദരൻ, എന്റെ കൈ ഫുൾ ബുക്ക് കിടപ്പുണ്ടെന്ന്. അതാ ഞാൻ പറഞ്ഞത്. എന്റെ ബുക്ക് കിടപ്പുണ്ട്. ബുഖാരി ഹദീസിന്റെ ഫുൾ ബുക്ക് എന്റെ കൈ കിടപ്പുണ്ട്. ബുക്കിനകത്ത് സെയിം പരിപാടി എഴുതി വെച്ചിട്ടുണ്ട്. താങ്കൾക്ക് സംശയം വല്ലതും ഉണ്ടോ? ബുഖാരി 4830 ഈ സെയിം പരിപാടി ഫുൾ എഴുതി വെച്ചിട്ടുണ്ട്. താങ്കൾക്ക് സംശയം വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ താങ്കൾ ഇസ്ലാം വിടുവോ? കുഞ്ഞ് പ്രസവിക്കില്ലേ? ഉണ്ടെങ്കിൽ താങ്കൾ ഇസ്ലാം വിടുവോ? അള്ളാഹ് പ്രസവിക്കാതിരിക്കോ അതെന്റെ പ്രശ്നമല്ല. അള്ളാഹിന് ഗർഭപാത്രം ഉണ്ട്. അല്ലാണ്ട് ഗർഭപാത്രം സാധനത്തെ കയറി പിടിച്ചിട്ടുണ്ട്. സൃഷ്ടിച്ചിട്ട് എന്തിനാണ് ആവശ്യമില്ലാത്ത സാധനം ദൈവം സൃഷ്ടിക്കുക? അള്ളാഹ് ഒരു സ്വന്തം ഉണ്ടാക്കിയിട്ടില്ല പൊന്നു സഹോദരൻ. അള്ളാഹ് ഒരു ഈച്ച ഉണ്ടാക്കിയിട്ടുണ്ടോ? താങ്കൾ തെളിയിച്ച് പിടിവിട്ടിട്ടില്ല ഇതുവരെ പിടിവിട്ടോ. നമ്മൾ ഹദീസിൽ മുന്നിലോട്ട് പോയില്ലല്ലോ. പുള്ളി വായിക്കുന്നില്ല മുന്നിലോട്ട്. പിടിവിട്ടിട്ടില്ല. ഇപ്പോഴും പിടിച്ചോണ്ടിരിക്കുക. ഇതിപ്പോ കന്നിമാസിലെ പട്ടികളുടെ കാര്യം പോലെ ആയല്ലോ പിടിപിടിക്കാൻ. സീരിയസ് ചർച്ചയാണ് ഞാൻ വന്നത്. നിങ്ങൾ ഇങ്ങനെ ചിരിക്കുക, നിങ്ങൾ മാത്രമാണ്. ഹലോ ബ്രദറെ ഞാനും സീരിയസ് ആയിട്ട് തന്നെയാണ്. പക്ഷേ ഈ വൃത്തികേടൊക്കെ എഴുതി വെച്ചിരിക്കുമ്പോൾ ഇത് സീരിയസ് ആയിട്ട് വായിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. ഞാൻ പുസ്തകത്തിൽ നിന്ന് ഞാനിപ്പം താങ്കൾക്ക് പുസ്തകത്തിൽ നിന്ന് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മുന്നിൽ ഇടാൻ പോയി. ഇട്ട് കഴിഞ്ഞാൽ താങ്കൾ ഇസ്ലാം മതം വിടുവോ? ഞാനുണ്ട് എന്റെ ഇസ്ലാം വിടുക. എനിക്ക് അല്ലാടെ ഗർഭപാത്രത്തെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്തുവാ? ഒന്നും ഇല്ലാത്തതാണ്. അത് ഗർഭപാത്രത്തെ കുറിച്ചല്ല പറയണത്. അവിടെ വൂമ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്നാ തേങ്ങയാ? എന്താ വെറും അതാന്ന് വിചാരിച്ച വൂമ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ വൂമ്പ് എന്ന് പറഞ്ഞാൽ ചക്ക എന്നൊരു അർത്ഥം വരുവോ? മറ്റേ അക്ഷയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൂമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാടെ കയ്യിലിരിക്കുന്ന മടിയിലിരിക്കുന്ന ചക്ക എന്നൊരു അർത്ഥം വരുവോ എന്റെ പൊന്നു സഹോദര? മൊത്തത്തിലായി ഗർഭപാത്രം എന്ന് പറഞ്ഞ തന്നെ ഇവിടെ എന്താന്ന് വിചാരിച്ചിട്ടാ? എന്നാന്ന് വിചാരിച്ചിട്ടാ? ഒന്ന് പറഞ്ഞേ എന്നാ വിചാരിച്ചിട്ടാ? ദൈവം ഭൂമിക്ക് എല്ലാവർക്കും കൊടുക്കാൻ അതായത് പുള്ളിയുടെ റഹ്മത്ത് ബർക്കത്ത് ഇതൊക്കെയാണ്. ഓഹോ റഹ്മത്ത് ബർക്കത്തോ? അവിടെ ബർക്കത്തും ഇല്ല, ഒരു ഷർബത്തും ഇല്ല. അവിടെ റഹ്മത്തും ഇല്ല, ഒരു ഷർബത്തും ഇല്ല, ഒരു ബർക്കത്തും ഇല്ല. അവിടെ പറയുന്ന കാര്യം അങ്ങോട്ടൊന്ന് വായിച്ചാൽ മതി. അള്ളാടെ ഗർഭപാത്രം അള്ളാടെ സാധനത്തെ കയറി പിടിച്ചതിന് ശേഷം പുള്ളി എന്തോ പറഞ്ഞേ? ഞാൻ മുന്നിലോട്ട് വായിക്കാം.
So Allah created the creation, and when He finished it, the womb rose and took hold of the loins of the most gracious. Allahടെ സാധനത്തെ കയറി ഇത് പിടിച്ചു. He said to it, അപ്പൊ അള്ള പറയാ മേ, അള്ള വൂമ്പിനോട് പറയാ മേ. She said, this is the place of the one who seek refuge with you from severing ties. She said, womb പറഞ്ഞു. She said, womb അള്ളാഹോട് പറയുകയാണ്, എന്ത് പറഞ്ഞു? ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ആരിൽ നിന്നാ? സീക്ക് റെഫ്യൂജ് വിത്ത് യു ഫ്രം സെവറിങ് ടൈസ്. ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ അവരുടെ ഈ റിലേഷൻഷിപ്സിനെ മുറിച്ച് കളയുന്നവരിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അപ്പൊ അള്ളാഹ് പറയാ, ഹി സെഡ്, ആർട്ട് യു സാറ്റിസ്ഫൈഡ് ദാറ്റ് ഐ ഷുഡ് അപ്ഹോൾഡ് ദ വൺസ് ഹു ഹാസ് ജോയിൻഡ് യു? ആർ യു നോട്ട് സാറ്റിസ്ഫൈഡ്? അള്ളാഹ് പറയാണ് ഗർഭപാത്രത്തോട്, നീ സാറ്റിസ്ഫൈഡ് അല്ലയോ? ഞാൻ നിന്നെ, അവരുടെ കൂട്ടത്തിൽ ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ജോയിൻ ചെയ്തിരിക്കുക, കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ആൻഡ് സെവർ ദ വൺ ഹു ഹാസ് സെവേർഡ് യുവർ ടൈസ്. എന്നിട്ട് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ റിലേഷൻഷിപ്പിനെ ഞാൻ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഇനി പുസ്തകത്തിൽ നിന്ന് തെളിവേണം. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്താണ് വൂമിന്റെ വിഷമം? വൂമ്പിന് ഒരു വിഷമമുണ്ട്. ആ വിഷമം അള്ളാഹ് തീർത്ത് കൊടുക്കുകയാണ്. Do mischief in the land and sever your teeth. Kinship. താങ്കൾ എന്നോട് ചോദിച്ചില്ലേ പുസ്തകത്തിൽ നിന്ന് തെളിവുണ്ടോന്ന്? പുസ്തകത്തിൽ നിന്ന് തെളിവിടാൻ പോവാ മിസ്റ്ററെ. പുസ്തകത്തിൽ നിന്ന് കേട്ടോ, വെബ്സൈറ്റിൽ നിന്നല്ല. എൻ്റെ കയ്യിൽ ഫുൾ റെഫറൻസ്, ഫുൾ ബുക്ക് കിടപ്പുണ്ട്. ബുക്ക് അടക്കം എല്ലാം കിടപ്പുണ്ട്. കണ്ടോ? ബുക്ക് കണ്ടോ? പുസ്തകം കണ്ടോ? റിഫ്രഷ് ചെയ്ത് നോക്കിക്കോ. കാണാമോ? ബുക്ക് കാണാമോ? ലാസ്റ്റ് വഴിയിലൊക്കെ പോകാൻ വരട്ടെ. ആദ്യം അള്ളാടെ ഗർഭപാത്രം കയറി പിടിച്ചത് ഗർഭപാത്രം റിലീസ് ചെയ്തായിരുന്നോ? അള്ളാടെ സാധനത്തെ അള്ളാടെ ഗർഭപാത്രം കയറി പിടിച്ചപ്പം റിലീസ് ചെയ്തോ ഇല്ലയോ എന്ന് പറ. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. That's not my problem. That is your problem. ജൂതന്റെ സൃഷ്ടിയാണെന്നേ, എല്ലാം ജൂതന്റെ സൃഷ്ടിയല്ല മിസ്റ്റർ. എല്ലാം ജൂതന്മാരാണ്. മിസ്റ്റർ, അള്ളാടെ ഗർഭപാത്രം അള്ളായെ കയറി പിടിച്ചതിന് ശേഷം റിലീസ് ചെയ്തോ ഇല്ലയോ? അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ അള്ളായുടെ ഗർഭപാത്രം കയറി പിടിച്ച സാധനവും അള്ളാടെ വായിൽ നിന്ന് മേ എന്ന ശബ്ദം വരുന്നതും അത് കഴിഞ്ഞിട്ട് ഈ ഗർഭപാത്രം സംസാരിക്കുന്നതും എല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. അവസ്ഥയെ കുറിച്ച് പറയണം, അത് മനസ്സിലാക്കാനുള്ള ബോധം. എന്തോത്തിന്റെ അവസ്ഥ? അത് ഒരു പ്രത്യേക അവസ്ഥയെ കുറിച്ച് എഴുതുന്നതാണ്. പ്രത്യേക അവസ്ഥയായിരുന്നു. അള്ളാഹിക്ക് വല്ലാത്ത അവസ്ഥയായിരുന്നു. അള്ളാഹിക്ക് പ്രത്യേക അവസ്ഥയായി പോയി. പാവം അള്ളാടെ സാധനം ഇതുവരെ വിട്ടു കൊടുത്തിട്ടില്ല. മനസ്സിലായോ? മിസ്റ്റർ ജിൻ പ്രത്യേക അവസ്ഥയാണ്. അള്ളാടെ സാധനത്തെ കയറി പിടിച്ചിട്ട് അള്ളാടെ സാധനം ഇതുവരെ റിലീസ് ചെയ്ത് കൊടുത്തില്ല. മനസ്സിലായി? ഇപ്പോഴും പിടിച്ചു. ഈ നിങ്ങൾ ഞണ്ട് കണ്ടിട്ടുണ്ട്? ഞണ്ടെങ്ങാനും കയ്യിലെങ്ങാനും ഊർക്കി കഴിഞ്ഞാൽ പിന്നെ പിടിവിടാത്ത ഒരു പരിപാടിയുണ്ട് ഞണ്ടിന്. ആ ഭാഗം അങ്ങ് പറിച്ചോണ്ട് പോകും. അതുപോലെയാണ് ഇത്. ഗർഭപാത്രം ഇതുവരെ പിടിവിട്ടിട്ടില്ല. അവിടെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ പിടിവിട്ടതായി? അള്ളാടെ ഗർഭപാത്രം അള്ളാഹ് കയറി പിടിച്ചതിന് ശേഷം പിടിവിട്ട സംഭവം എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ അവിടെ? എന്തോ ഇച്ചിരെങ്കിലും ഉളുപ്പ്. എന്റെ പൊന്നു സഹോദര, താങ്കൾക്ക് നാണക്കേടായിട്ടല്ലേ താങ്കൾ ഇപ്പം വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നേ? നിങ്ങൾക്ക് എന്തിനാണ് ഈ അള്ളാടെ ഗർഭപാത്രം അള്ളായെ കയറി അള്ളാടെ സാധനത്തെ കയറി പിടിച്ചപ്പോൾ അള്ളാഹ് അവിടെ മേ എന്ന ശബ്ദം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് അള്ളാഹ് ഗർഭപാത്രത്തോട് സംസാരിക്കുന്നു. ഇതെല്ലാം അവിടെ എഴുതി വെച്ചിട്ട് താങ്കൾക്ക് എന്താ ഇത്രയും ബുദ്ധിമുട്ട്? അത് അംഗീകരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? താങ്കൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് എന്തുവെന്ന് പറ. ഇല്ലാത്ത സംഗതിയോ? താങ്കളല്ലയോ വായിച്ചത്? ഇല്ലാത്ത സംഗതി ഒന്നുമല്ല. ഇപ്പൊ താങ്കൾ ഇതിനു മുൻപേ താങ്കൾ തന്നെ പറഞ്ഞു ഹിജാബ്, അള്ളാഹ് ഹിജാബ് ഇട്ടിട്ടേ ഇല്ല, അള്ളാഹ് ഹിജാബിനെ പറ്റി പുറകിലേ അല്ല. എന്നിട്ട് താങ്കൾ തന്നെ ഖുറാനിൽ നിന്ന് അത് വായിച്ചു കണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെ താങ്കൾ പറഞ്ഞു അള്ളാഹിന് ഗർഭപാത്രമേ ഇല്ല എന്ന് താങ്കൾ പറഞ്ഞിട്ട് ഇപ്പൊ അള്ളാഹിക്ക് ഗർഭപാത്രം ഉണ്ടെന്ന് താങ്കൾ തന്നെ കണ്ടു. നിങ്ങൾക്ക് നല്ല സത്യം എത്തിച്ചു തരികയെന്നില്ല ബാധ്യത. ഇത് നസ്രായന് മനസ്സിലാവാൻ അതിന് കാവ്യാത്മകം ഉണ്ട്, അത് മനസ്സിലാവാത്തോണ്ടാണ്. മിസ്റ്റർ, ഇതെങ്ങനെ എന്റെ പൊന്നു സഹോദരൻ ഈ ഗർഭപാത്രം കയറി പിടിച്ചതിന് ശേഷം റിലീസ് ചെയ്തോ? അതും അതിന് താങ്കൾ കണ്ടെത്തിയില്ല. നോർമലി ഇപ്പം മിസ്റ്റർ ഈ പരിപാടി നിങ്ങളോട് ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് പറയും? എന്താ ചെയ്യും?
അതൊന്നും വേണ്ട. ഒരു സ്ത്രീ വന്നിട്ട് പുള്ളി പറയാ ജപ്പയ്ക്ക് അടിക്കാത് ചിരിക്കാൻ വയ്യ എന്റെ മുന്നേ വിട്ട് വയലെടുക്കണം. പുള്ളി പറയാ എന്നെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ ചെപ്പയ്ക്ക് അടിക്കുമെന്ന്. പക്ഷെ അള്ളാക്ക് ചെപ്പയ്ക്ക് അടിക്കാൻ പറ്റിയില്ല. അള്ള പറയാ മേ മിസ്റ്റർ ഐ വിൽ മേക്ക് യു ഫേമസ്. ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടാതിരിക്കായിരുന്നു. ഐ വിൽ മേക്ക് യു ഫേമസ്. യു വിൽ ബി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. എന്നാണ് എന്റെ ഒന്ന് തരുന്നത്. അത് ഇട്ടിട്ട് നിങ്ങൾ കുറെ മനസ്സിലായോ? ഐ വിൽ മേക്ക് യു ഫേമസ്. ഹു ഹെൽപ് മീ ടു എക്സ്പോസ് ദ വൂംബ് ഓഫ് അല്ലാ. അള്ളാടെ ഗർഭപാത്രത്തെയും അള്ളാടെ ഗർഭപാത്രം കയറി അള്ളാടെ സുനോഗ്രാഫിയെ പിടിച്ച വിഷയവും അത് എക്സ്പോസ് ചെയ്യാനുള്ള അവസരം താങ്കൾ എനിക്ക് തന്നതുകൊണ്ട് ഐ വിൽ മേക്ക് യു ഫേമസ്. കുഴപ്പമില്ല, എന്തോണി പറഞ്ഞു. അപ്പൊ ഇനി എന്തോ വേണ്ടിയേ? അള്ളായിക്ക് മിസ്റ്റർ, ഈ അള്ളായിക്ക് വേറെ ലൈംഗിക ഭാഗങ്ങൾ, പ്രൈവറ്റ് പാർട്സ് വല്ലതും ഉണ്ടോ? നീയല്ലേ കണ്ടുപിടിക്കുന്ന ആൾ ഇല്ലാത്തതുണ്ട്. ഞാൻ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചതൊക്കെ ഞാൻ തരാം. അള്ളാഹ് ഈ പുരുഷന്മാരെ പോലെ ഈ സീമൻ ഷവർ ഒക്കെ നടത്തുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിയാണോ? ഓരോ സമയത്ത് ഓരോന്ന് മിസ്റ്റർ അള്ളാഹ് ഈ പുരുഷന്മാരെ they cannot do it, but anyway അള്ളാഹ് മനുഷ്യരുടെ മണ്ടയ്ക്കോട്ട് സീമൻ ഷവർ ചെയ്യും എന്ന് താങ്കൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. അതെവിടെയെങ്കിലും താങ്കൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഏതെങ്കിലും സാധനം കാണിച്ചു കഴിഞ്ഞാൽ താങ്കൾ എന്ത് പറയും? ഞാനത് കാണും. ഓക്കെ. അപ്പൊ അള്ളാഹ് ഈസ് ഗോയിങ് ടു സ്പ്രേ ഷവർ ഓഫ് സീമൻ over the people. You want to see the reference? I don't want. Please tell me you want to see the reference. മതിയായോ? മതിയായി. ആദ്യം പുള്ളിക്ക് ഭയങ്കര ആവേശമായിരുന്നു കാണിക്കാണെങ്കിൽ മതിയായി. I don't want to see. Mister, I am showing you from your own books that Allah is going to shower semen over people. If you have any നസ്രിൻ ബ്രദറെ, ഈ പിടിച്ചതിന്റെ ബാക്കി ഭാഗമായിട്ടാണോ? പ്ലീസ്, പിടിച്ചതിന്റെ ബാക്കി ഭാഗമായിട്ടാണോ ഷവർ വരാൻ പോണത്? നിങ്ങൾ സഭയിൽ വന്നിരിക്കരുത് പ്ലീസ്. തെറ്റാണ്. നിങ്ങളെ ബൈബിളിനനുസരിച്ച് അത് പാടില്ല. ഇത് നിങ്ങളുടെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന സാധനം ഞാൻ എടുത്ത് വായിച്ചപ്പോൾ ഞങ്ങളാണ് പ്രശ്നക്കാരല്ലേ? അല്ലേ? അല്ല മിസ്റ്റർ ജിൻ, ഞങ്ങൾ ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് എടുത്ത് വായിച്ചിട്ട് ഞങ്ങൾ പ്രശ്നക്കാരായി. ഇന്നലെ നിങ്ങൾ പറഞ്ഞത് ഞാൻ ഇബ്ൻ മാജ ഞാൻ അംഗീകരിക്കത്തില്ല. നിങ്ങൾ പറഞ്ഞതാണോ? ഇന്നലെ നിങ്ങൾ പറഞ്ഞായിരുന്നു ഞാൻ ഇബ്ൻ മാജ അംഗീകരിക്കത്തില്ല. അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ബുഖാരിയിൽ നിന്ന് റെഫറൻസ് എടുത്ത് തന്നപ്പോൾ താങ്കൾ അതും പോലും എടുക്കാതെ താങ്കൾ ഓടിയത്. ഒരു നാശാണ്. എന്തൊരു മോശമാണ്. ഇത്രയും നുണ പറഞ്ഞിട്ട് ആളെ പറ്റിച്ചിട്ട് ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് നിങ്ങൾ നുണ പറയുകയാണ്. ബ്രദറെ അള്ളാടെ സീമൻ ഷവറിനെ പറ്റി സംസാരിക്കാം നമുക്ക്. ഖുറാന്, നിങ്ങൾ ഖുറാൻ മാത്രം ആൾക്കാരല്ലല്ലോ. നിങ്ങൾ അഹ്ലുൽ സുന്നക്കാരാണ്. നിങ്ങൾ ഹദീസും സുന്നയും നിങ്ങളുടെ പുസ്തകങ്ങളുടെ ഭാഗമാണ്. നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല. 8 ബുക്ക് അത്ര ഇബ്ൻ അബ്ബാസിന്റെ പേര്. പിന്നെ ഇതൊക്കെ മച്ചടിക്കാൻ എന്തെങ്കിലും പണിയുണ്ടാ? ഞാൻ ഇന്നാളൊരു കുഴപ്പമില്ല. ഹലോ ഫോക്കസ്. റെഫറൻസ്. അള്ളാഹ് പുരുഷന്മാരെ പോലെ അള്ളാഹ് തന്റെ സാധനത്തിൽ നിന്നാണോ അർഷിന്റെ കീഴിൽ നിന്നാണോ പുള്ളി he is going to shower semen. അത് ഗർഭപാത്രം കയറി ഇതുവരെ വിട്ടിട്ടില്ല. അത് മറക്കല്ല്. മേളിലിട്ടിരിക്കുന്ന തെളിവ് അടുത്തത്. ഇത് islamweb.net നിന്ന് തന്നെ ലൈബ്രറിയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. താങ്കൾക്ക് അത് ഓപ്പൺ ചെയ്യാം. ഞാൻ വായിക്കാം. islamweb.net നിന്ന് ഇസ്ലാമിക ലൈബ്രറിയിൽ നിന്ന് അൽ മുസ്തറക് ഓൺ ദ ടു സഹീഹ് ബുക്സ് 2 സഹിയായിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. റൂളർ അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഹാക്കിം അൽ നൈസബുരി, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് അൽ മുസ്തറക് ഓൺ ദ 2 സഹീഹ് ഹദീസ്. ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇച്ചിരി താഴോട്ട് വരണം കേട്ടോ. സ്ക്രോൾ ചെയ്ത് ഇച്ചിരി താഴോട്ട് വരണം. എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. He said, then the hour will come upon the worst of the people. ഇത് ആരായി he said എന്ന് പറയുന്നത് മനസ്സിലായോ? വേറെ ആരുമല്ലോ കേട്ടോ. ഇതെല്ലാം മുഹമ്മദ് ആണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. മൈക്ക് മ്യൂട്ട് ചെയ്യണം സഹോദര പ്ലീസ്. ഞാൻ വായിക്കാൻ പോവാം. He said, then the hour will come upon the worst of the people. അപ്പം അന്ത്യനാള് ഏറ്റവും വൃത്തികെട്ട ആൾക്കാരുടെ മണ്ടയ്ക്കോട്ട് അന്ത്യനാൾ വരും. Then the angel will stand between the sky and the earth and blow into it. എന്നിട്ട് ദൂതൻ എന്ത് ചെയ്യും? ദൂതന് ആകാശവും ഭൂമിയുടെ ഇടയിൽ നിന്നിട്ട് പുള്ളിക്കാരൻ ഊതും. He will blow the trumpet. താങ്കൾക്ക് എന്താ കേൾവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചുമ്മാ മൈക്ക് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത്. ഒന്ന് അടങ്ങിയിരിക്കൂ പ്ലീസ്. വായിക്കട്ടെ.
സൂക്ഷിച്ച് കേൾക്കും. അള്ളാടെ ശുക്ലം സ്പ്രേയിങ്ങിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അള്ളാ ശുക്ലം സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. ആൻഡ് ദ ട്രംപറ്റ് വിൽ ബി ഹോൺഡ്. അപ്പം എന്ത് ചെയ്യും? കാഹളം അപ്പം ധ്വനിക്കും. സോ ദെയർ വിൽ നോട്ട് റിമെയിൻ എ ക്രിയേഷൻ ഇൻ ദി ഹെവൻസ് ആൻഡ് ദി എർത്ത് എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ഡൈസ്. അപ്പം എന്ത് പറ്റും? ആകാശവും ഭൂമിയുടെ ഇടയിൽ എല്ലാ സൃഷ്ടിയും എന്ത് പറ്റും? മരണപ്പെടും. ഡൈസ്. എക്സെപ്റ്റ് ഹൂം സോ എവർ യുവർ ലോർഡ് വിൽസ്. നിന്റെ നാഥൻ ആഗ്രഹിക്കുന്നവർ ഒഴികെ ബാക്കി എല്ലാവരും മരണപ്പെടും. ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ ദ ടു ബ്ലോസ് ഈസ് വാട്ട് അല്ലാ വിൽസ്. For there is no creation among the sons of Adam except something from him. അടുത്ത ഭാഗം. He said. എന്നിട്ട് മുഹമ്മദ് ഇങ്ങനെയാണ് പറയുന്നത്. He said, then Allah sent water from under the throne like men's semen. അല്ലാ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ അർഷിൻ്റെ കീഴിൽ നിന്നും ഒരു തരത്തിലുള്ള വെള്ളം പുറപ്പെടും. ആ വെള്ളം എങ്ങനത്തെ വെള്ളമായിരിക്കും? മനുഷ്യന്മാരുടെ പുരുഷന്മാരുടെ ശുക്ലം പോലെ ശുക്ലം അള്ളാ പുറപ്പെടുവിക്കും. ആൻഡ് ദെൻ അല്ലാ സെൻഡ് വാട്ടർ ഫ്രം അണ്ടർ ദ ത്രോൺ ലൈക്ക് ദ മെൻസ് സീമൻ. ഒന്ന് ചിന്തിച്ചു നോക്കുക. അള്ളാ മനുഷ്യരുടെ മുസ്ലിങ്ങളുടെ എല്ലാവരുടെയും മണ്ടയ്ക്ക് അള്ളായുടെ ശുക്ലം ഇടുകയാണ്. ആൻഡ് ദെയർ ഫ്ലഷ് ആൻഡ് കോർപ്സ് വിൽ ഗ്രോ. അപ്പോൾ എന്ത് പറ്റും? ഈ മുസ്ലിങ്ങളുടെ എല്ലാം ശരീരത്തിൽ മാംസം എല്ലാം വരും. ഫ്രം ദാറ്റ് വാട്ടർ. അവരുടെ ശരീരത്തെല്ലാം മാംസം എല്ലാം പിടിച്ച് വരും. ആ വെള്ളം കാരണം, അള്ളാഹയുടെ ശുക്ലം കാരണം അവരുടെ മാംസം എല്ലാം വരും. ആസ് ദി എർത്ത് ഗ്രോസ് ഫ്രം ദി എർത്ത്. ഭൂമിയിൽ നിന്നും ഭൂമി എങ്ങനെ ഉണ്ടാകുന്നു അതുപോലെ മനുഷ്യരുടെ അസ്ഥി മാംസം എല്ലാം ഉണ്ടായി വരും. പറഞ്ഞ് മനസ്സിലായോ? അള്ളാഹയുടെ ഗർഭപാത്രം അള്ളാഹയുടെ ഗുഹ്യഭാഗം കയറി പിടിക്കുന്നു, ഇതുവരെ വിട്ടിട്ടില്ല. അള്ളാഹയുടെ അർഷിൻ്റെ കീഴിൽ നിന്നും അള്ളാഹ് ഒരു പൈപ്പ് ഇട്ടിട്ടാണോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അള്ളാഹയുടെ ലൈംഗിക ഭാഗത്തിൽ നിന്നായിരിക്കും. മനുഷ്യരുടെ മേൽ അള്ളാഹ് ശുക്ലം പുറപ്പെടുവിക്കും. ശുക്ലത്തിൻ്റെ മഴ പുറപ്പെടുവിക്കും. അതായത് ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കാൻ നമ്മൾ സ്പ്രേ അടിക്കത്തില്ല മരങ്ങളുടെയും ചെടിയുടെ മുകളിൽ എന്ന് പറഞ്ഞതുപോലെ ലോകത്തിന്റെ മുകളിലെല്ലാം സ്പ്രേ അടിക്കും അല്ലേ? പുള്ളി സ്പ്രേ അടിക്കും. ചെടിക്കകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ചെടിക്ക് ജീവൻ വെക്കുന്നത് പോലെ അള്ളാഹയുടെ സ്പ്രേ അടിക്കുമ്പോൾ, അള്ളാഹയുടെ ശുക്ലം അള്ളാഹ് സ്പ്രേ അടിക്കുമ്പം അവൻ എല്ലാ മുസൽമാൻ്റെ മണ്ടയ്ക്കും വീണ് കഴിഞ്ഞിട്ട് മുസൽമാനെല്ലാം ജീവൻ വെക്കും. ഇത് കാവ്യാത്മകമാണ് ബ്രദറെ. ഇത് വെള്ളം മഴ വീണിനെ കുറിച്ച് ഒരു കാവ്യാത്മനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മേളി വീഴുന്ന സാധനം പക്ഷേ വേറെയാ ജോസഫ് അച്ഛാ. മനസ്സിലായില്ലേ? കാവ്യാത്മകമാണെങ്കിൽ ഇവന്മാരുടെ മണ്ടയ്ക്ക് വീഴുന്ന സാധനം വേറെ സാധനമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന നജീബെ റെഫറൻസ് എടുത്തോണ്ട് പോക്കണം കേട്ടോ. ഇനി റെഫറൻസ് എടുക്കാതെ വായിച്ചു എന്നൊക്കെ ഇവിടെ വന്ന് പറയരുത്. മക്മൽ, നജീബ്, മുസ്ലിം സുഹൃത്തുക്കളെല്ലാം അള്ളാ പുരുഷന്റെ ശുക്ലം പോലെ അള്ളാ ശുക്ലം പുറപ്പെടുവിക്കും. അപ്പം അള്ളാൻ എന്തൊക്കെ ഉണ്ട്? അള്ളാൻ ഒരു ഗർഭപാത്രമുണ്ട്. ഗർഭപാത്രം അള്ളായുടെ സാധനത്തെ കയറി പിടിക്കുന്നു. അള്ളായുടെ സാധനമുണ്ട്. അത് അർഷിൻ്റെ കീഴിൽ നിന്നും ശുക്ലം പുറപ്പെടുവിക്കുന്നു. എങ്ങനെയുണ്ട്? അതായിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാ ഇവര് ബന്ധപ്പെടുമ്പോ 1000 വർഷം നിൽക്കുമെന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം ഗർഭപാത്രം അവിടെ കയറി ഇരിക്കുകയാണല്ലേ, ഫൈനൽ സ്പ്രിംഗ്ലിങ്ങിന് വേണ്ടിയിട്ട്. കാര്യമൊക്കെ ഇപ്പോഴാ മനസ്സിലാകുന്നത്. എല്ലാ പീസസ് ഓഫ് ദ പസിൽസ് ആർ ജോയിനിങ് ടുഗദർ. യെസ്, അതെ അതെ അതെ. ഈ വൃത്തികേടുകളെല്ലാം വിശ്വസിച്ചിട്ട് ഞാനതാ പറഞ്ഞേ, ഈ ഭ്രാന്ത് ഇന്നലെ മാരി ഇമ്മാനുവൽ ബിഷപ്പിനെ കുത്തിയവന് ഭ്രാന്ത്, അതിന് മുമ്പ് ഒരുത്തന് ഭ്രാന്ത്, ഇവിടെ ഒരു മുസ്തഫ എന്ന് ഭ്രാന്താണെന്നും പറഞ്ഞിട്ട് ഇവർക്കെല്ലാം അല്പം ഭ്രാന്തില്ലാത്തവർക്ക് ഇങ്ങനെ എഴുതി വെക്കാനോ, ഇങ്ങനെയൊക്കെ ഇവരുടെ ദൈവികമായ കിതാബിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതി വെക്കാനോ, അത് വായിച്ചിട്ട് ഇത് വിശ്വസിക്കാനോ ഭ്രാന്തില്ലാത്തവർക്ക് കഴിയുമോ? ഇപ്പൊ ഈ ഇസ്ലാം എന്ന് പറഞ്ഞാലേ ഒരു ഭ്രാന്ത് തന്നെയല്ലേ? ഈ വായിച്ചു കേട്ടതൊക്കെ എന്തുവാ? ഇതൊക്കെയാണോ ദൈവികം സഹോദരന്മാരെ? ഇവരുടെ കിതാബിൽ റെഫറൻസ് ഇല്ലാതെ ഒന്നും ഇവിടെ വായിച്ചിട്ടില്ല. നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. പക്ഷെ നോക്കൂ, ഈ മിസ്റ്റർ അദ്ദേഹം പറഞ്ഞു താങ്കൾ അവർ ജിന്നാണെന്ന് പറഞ്ഞു. ഞാനൊരു ജിന്നാണെന്ന് മിസ്റ്റർ പറഞ്ഞു.